മലയാളിയായിട്ട് പറയണമെങ്കിൽ കുറച്ച് തല താഴ്ത്തിയാണ് വന്നത്. അതേപോലെ കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും കൊള്ളും. കരിഞ്ഞു പോയ ബുൾസെ പോലെ ആയിപ്പോയി. അങ്ങനത്തെ ഒരു കിടിലം പടം ബ്രോ, ഒന്നും പറയാനില്ല. Madhav, I just saw the movie Malayalam from India. I'm a huge Niven Pauly fan and I'm really satisfied. His acting was very good. ഈയിടെ നമ്മുടെ മറ്റേ വേറൊരു പടത്തിൽ ഉണ്ടായിരുന്നല്ലോ നിവിൻ പോളി, അപ്പോൾ അതേപോലെ ഒരു പ്രതീക്ഷ വന്നത്, പക്ഷെ അതിനേക്കാളും ഒക്കെ പടം നല്ല പടം, മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. തിയേറ്ററിൽ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ ഒരു മൂവി. നിവിന്റെ കംബാക്ക് എന്ന് തന്നെ പറയാം. നിവിൻ ധ്യാൻ കോമ്പിനേഷൻ ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. നല്ല കോമഡി സീക്വൻസസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് വളരെ മനോഹരമായ ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് കുറച്ച് സ്ലോ ആയിപ്പോയി. പിന്നെ കുറേ അടുത്ത് നല്ല സെന്റിമെന്റിൽ നല്ല രീതിയിൽ ഉണ്ട്, പക്ഷെ എന്നാലും ചില മൊമെന്റിൽ കുറച്ച് ഡ്രോപ്പ് ആയിട്ടുണ്ട്, എസ്പെഷ്യലി ക്ലൈമാക്സ് രംഗങ്ങൾ. അല്ലാതെ മൊത്തത്തിൽ നല്ല മൂവി. അത് അഞ്ചു പിള്ളേർ മനോഹരമായ ആക്ടിംഗ് ആണ്. അതുപോലെ സലിം കുമാറും അതുപോലെ ഷൈൻ ടോം ചാക്കോയും വളരെ ചെറിയ സീക്വൻസിലേ വരുന്നുള്ളൂ, അത് 1-2 മിനിറ്റിലൊക്കെ. പക്ഷെ ആ സമയം തരുന്ന മെസ്സേജ് ക്രൗഡ് മൊത്തത്തിൽ എറപ്റ്റായി കൈയടിക്കുന്ന രംഗങ്ങളാണുള്ളത്. അപ്പോൾ അതൊക്കെ നല്ലവണ്ണം ജെല്ലി ചെയ്ത് ഡിജോ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു മൂവിയാണ്. ജനഗണമനയായിട്ട് കമ്പയർ ചെയ്തൊരു കമ്പാരിസൺ പറയാത്തതായിരിക്കും നല്ലത്. അത് വെച്ച് ഇച്ചിരി താന്ന് നിൽക്കുമെന്ന് പറയണം. പക്ഷെ മൊത്തത്തിൽ നല്ല മൂവി, മസ്റ്റ് വാച്ച് തിയേറ്റേഴ്സ് വന്ന് എന്തായാലും കാണേണ്ട മൂവിയാണ്. അവസാനം ഒരു 10-15 മിനിറ്റ് ഡയറക്ടർ പടമാണ്. നിവിൻ പോളി പടം പ്രതീക്ഷ വന്നത്, പക്ഷേ കണ്ടി. പക്ഷെ നിവിൻ പോളി കൊള്ളാം, പക്ഷെ നീ കോമഡി ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. കോമഡി പ്രതീക്ഷ വന്ന ട്രെയിലർ കണ്ടിട്ട് പ്രതീക്ഷ വന്നത് ഒന്നും കണ്ടില്ല. നല്ല മൂവിയാണ് ബ്രോ, എല്ലാവരും കണ്ടിരിക്കേണ്ട മൂവിയാണ്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മതമാണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് ഈ ഫിലിം. എല്ലാവരും കണ്ടിരിക്കേണ്ട ഫിലിം തന്നെയാണ്. പിന്നെ ഇതിൽ മെയിനായിട്ട് എനിക്ക് നന്നായിട്ട് കണക്ട് ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ എനിക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ ബോണ്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ജിജോ ജോസ് ആന്റണിയുടെ പടം എന്ന് പറഞ്ഞാൽ അത് തന്നെ നമ്മൾ ജനഗണമനേന്റെ അതേപോലെ ഒരു ഇതാണ്, ജോണറാണ്. കൊള്ളാം. മ്യൂസിക് ആയാലും ഇവന്റെ നല്ലൊരു ആക്ടിങ് ആയിരുന്നു. നല്ലൊരു മെസ്സേജ് ഉണ്ട്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. പൊളിറ്റിക്സ് ആൾക്കാർ എല്ലാം കണ്ടിരിക്കേണ്ട നല്ല പടം. നല്ല സിനിമയാണ്. കൊള്ളാം. നല്ല പൊളിറ്റിക്കൽ കോമഡി സിനിമയാണ്. നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിന്റെ അത്ര സെക്കൻഡ് ഹാഫ് അത്രയ്ക്ക് വന്നിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. കൊള്ളാം. നല്ല പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ തന്നെ എല്ലാം പറഞ്ഞ് നല്ല വൃത്തി കണ്ടിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ് ഹാഡ് എ റിയലി ഗുഡ് മെസ്സേജ് യൂത്തിന് വേണ്ടി. സോ എല്ലാവരും വന്ന് കാണുന്നതാണ്. ഇതേപോലെ തോട്ട് പ്രൊവോക്കിംഗ് സിനിമയാണ്. ലിറ്റിൽ ബിറ്റ് ഓഫ് എവറിത്തിങ് ഉണ്ടായിരുന്നു. നിവിൻ പോളി നല്ലായിരുന്നു. സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സും സൂപ്പർ ആയിരുന്നു. നിവിൻ പോളി The past few years he has been having a lot of flops, a series of flops. This is like a comeback for him, and unexpected like plot and all from the songs that we saw. We thought it was going to be like a pure comedy film, but it was an unexpected twist that we got. So it's a must watch in the theaters. It's very good. കൊള്ളായിരുന്നു. നല്ല പടമായിരുന്നു. തിരിച്ചുവരവാണിത്. പടം കൊള്ളാം, നല്ല പടം. പിന്നെ കോമഡി കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നിവിൻ പോളി തിരിച്ചു വന്നിരിക്കുകയാണ്. അത് കുറച്ച് അല്ല അങ്ങനെ സംഭവമൊന്നുമില്ല. ജസ്റ്റ് ട്രാക്കിലോട്ട് കയറാൻ ടൈം എടുത്തു, സെക്കൻഡ് ഹാഫ് അതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല പടം. കോമഡിയും ആ പൊളിറ്റിക്സും രണ്ടും മിക്സ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല പടം. പാർട്ടിയുടെ പരിപാടി ഉണ്ട് എന്നാൽ സോഷ്യൽ മെസ്സേജ് ഉണ്ട്. രണ്ടും കൂടിയുള്ള മിക്സ് പരിപാടിയാണ്. പൊളിറ്റിക്സ് മാത്രമല്ല. നല്ല പടമായിരുന്നു. അതിലൊരു അടിപൊളിയായിരുന്നു. പക്ഷേ ഇതങ്ങനെ വളരെ മീനിങ് ആയിട്ടുള്ളത്, പ്രത്യേകിച്ച് ഗൾഫുകാർക്ക് അവിടെയുള്ള ജീവിതം കണ്ടവർക്ക് ഇത് വളരെ കൃത്യമായിട്ട് തോന്നും. നല്ല ഈ സമയത്ത് ഇങ്ങനെ ഒരെണ്ണം വന്നത് വളരെ നന്നായി. കാരണം എല്ലാം കുറേ വേറെ എന്തൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു തീമുള്ള ഒരു നല്ലൊരു സിനിമ കണ്ടു. നല്ല സന്തോഷം. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഓടി വന്നതാണ്. അരമണിക്കൂർ ലേറ്റായിട്ട് ഓടി വന്ന് കയറി. എന്തോ സംതിങ് ഉണ്ടെന്ന് തോന്നി ഓടി വന്നതാണ്. കൊള്ളാം ബ്രോ, നല്ല പടം. ഒരു കുഴപ്പമില്ല, നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ലാഗ് കാര്യങ്ങളൊന്നുമില്ല, അടിപൊളി.